നന്ദന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. പാർവതിക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളുടെ മാടമ്പത്തരം ഒന്നുകൊണ്ട് മാത്രമാ കാര്യങ്ങൾ ഇത്രയും വഷളായത്. അറിയോ നിങ്ങൾക്ക്? മുക്ത, അത്യാവശ്യമായ ഒരു സൂപ്പർവൈസറുടെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഡോക്യുമെന്റും വാങ്ങിക്കാതെ, എന്തിന് ഒരു ID പ്രൂഫ് പോലും വാങ്ങിക്കാതെ നന്ദൻ ഇവിടെ ജോലി കൊടുത്തെന്ന കരുണാകരൻ സാറ് പറയുന്നത്. അവന്റെ പേര് നന്ദഗോപൻ എന്നാണെന്ന് അറിയില്ലേ? പക്ഷേ ഇവിടുത്തെ സിസ്റ്റത്തില് നന്ദഗോപൻ എന്നൊരു സൂപ്പർവൈസർ ഇല്ല. എന്താ അതിന് കാരണം? അത് കൈലാഷ്, എനിക്ക് വ്യക്തമായ ഒരു മറുപടി വേണം മുക്ത. എന്റെ ചോദ്യത്തിനുള്ള മറുപടി നീ പറഞ്ഞേ പറ്റൂ. അത് പിന്നെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചതാ. അത് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുമോ നോക്കാം. കരുണാകരൻ സാറിനെ പോലെ നീയും എന്തൊക്കെയോ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക. നിങ്ങൾ രണ്ടുപേരുടെയും ഇറസ്പോൺസിബിലിറ്റി കാരണം ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിലായി പോവായിരുന്നു. എന്നിട്ടും തെറ്റ് സമ്മതിക്കാതെ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുക രണ്ടാളും. കൈലാഷ്, മുക്തയുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത്. അതിനിങ്ങനെ ദേഷ്യപ്പെടണോ? മുക്തി ഇവിടുത്തെ വെറും ഒരു എംപ്ലോയി അല്ല അരവിന്ദ്, ഈ കമ്പനിയുടെ CEO ആണ്. ഉത്തരവാദിത്തപ്പെട്ട ചെയറിലിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. തെറ്റ് സംഭവിച്ച സ്ഥിതിക്ക് അത് സമ്മതിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. അതുമില്ല. കുറ്റം കമ്പ്യൂട്ടറിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് മുക്ത ശ്രമിച്ചത്. ഞാനവളോട് ദേഷ്യപ്പെടാൻ പാടില്ലേ? അരവിന്ദ് പറയ്, ഇവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് അരവിന്ദിന് അറിയില്ലേ? നമ്മൾ ഗുഡ്സ് അയക്കുന്ന ട്രക്കില് ആരോ ഡ്രഗ്സ് നടത്തുന്നു. കമ്പനിക്ക് അകത്ത് വെച്ച് തന്നെ ലേഡീസിന്റെ നേർക്ക് തെമ്മാടിത്തരങ്ങൾ നടത്തുന്നു. ID-യും അഡ്രസ് പ്രൂഫും ഒന്നും ഇല്ലാത്ത ഒരുത്തൻ കമ്പനിയിൽ കയറിപ്പറ്റി പ്രേമനാടൻ കളിച്ച് പെൺകുട്ടികളെ പാട്ടിലാക്കുന്നു, അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ഇതൊക്കെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നടക്കോ? ഇതൊക്കെ ചോദിക്കുമ്പോ ഒരു ലോജിക്കും ഇല്ലാത്ത എക്സ്ക്യൂസസ് നിരത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതെല്ലാം കണ്ണുടച്ചങ്ങ് വിഴുങ്ങാൻ ഞാൻ വെറും ഫൂളാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? കൈലാഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. മുക്തയുടെയും കരുണാകരൻ സാറിന്റെ വീഴ്ച തന്നെയാണ്. ഞാനത് അംഗീകരിക്കുന്നു. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. ഇനി അത് ആവർത്തിക്കാണ്ടിരിക്കാൻ നോക്കിയാ പോരെ? പോരാ. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഞാൻ 2 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതനുസരിക്കാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒന്ന്, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി നൽകാൻ പോവാണ്. നമ്പർ 2, തെറ്റ് ചെയ്തവർക്ക് പണിഷ്മെന്റ് നൽകാനും ഞാൻ തീരുമാനിച്ചു. കൈലാഷ്, ആർക്കൊക്കെയാ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? പണിഷ്മെന്റ് ആർക്കൊക്കെയാ? ഇനി ഈ കമ്പനിയിൽ പുതുതായി ആരെ ജോലിക്ക് എടുക്കുമ്പോഴും നിലവിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സ് ലീവ് ആവശ്യപ്പെട്ടാലും കരുണാകരൻ സാർ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. പ്രിയനോട് കൂടി ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. പക്ഷേ ലേബേഴ്സിന്റെ കാര്യത്തിൽ കരുണാകരൻ സാറിനോട് ചോദിക്കാതെ ഉചിതമായ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞാൻ പ്രിയന് നൽകുക. ഇനി മുതൽ പ്രിയന്റെ അപ്രൂവൽ ഇല്ലാതെ കരുണാകരൻ സാർ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കൊള്ളാം. ഇനി ആർക്കൊക്കെ പണിഷ്മെന്റ്? ക്രിമിനലായ നന്ദനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് കരുണാകരൻ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. സോ കരുണാകരൻ സാറിന്റെ 2 മാസത്തെ ശമ്പളം കട്ട് ചെയ്യുന്നു. ഒരു രേഖകളുമില്ലാതെ ജോലിക്ക് ചേർത്ത നന്ദനെ ഈ കമ്പനിയിൽ നിലനിർത്തിയത് മുക്തയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച. അതിന് ശിക്ഷയായി മുക്തയെ ഞാൻ 1 വീക്ക് സസ്പെൻഡ് ചെയ്യുന്നു. കൈലാഷ്, എന്തേത്? അരവിന്ദ്, ഈ ഗാർമെന്റ്സിന്റെ MD എന്ന നിലയിൽ ഇതാണ് എന്റെ ഡിസിഷൻ. അത് സമ്മതമാണെങ്കിൽ ഇവർക്ക് ഇവിടെ തുടർന്നും ജോലി ചെയ്യാം. സമ്മതം അല്ലെങ്കിൽ റിസൈൻ ലെറ്റർ എഴുതി എന്നെ ഏൽപ്പിച്ചിട്ട് ഇവർക്ക് ഈ കമ്പനി വിട്ടു പോവാം.
വേറൊന്നും എനിക്ക് പറയാനില്ല. യു പീപ്പിൾ മേ ഗോ. എന്തിനാ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എല്ലാം എന്റെ കളിയാണെന്ന് കരുണാകരൻ സാറ് മുക്ത മേഡമൊക്കെ തെറ്റിദ്ധരിക്കും. പ്രിയ, അവര് തെറ്റിദ്ധരിച്ചാൽ നിനക്കെന്താ? സത്യം കൈലാഷ് സാറിന് അറിയില്ലേ? എനിക്കും അറിയാം. അത് മതി. എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ പക്ഷേ നീ ഒന്നും പറയണ്ട. നീ കൈലാഷ് സാർ പറയുന്നത് അനുസരിച്ചാ മതി. പ്രിയൻ, ഈ സ്ഥാപനത്തിന് നല്ലതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മറ്റൊന്നും പ്രിയൻ ആലോചിക്കണ്ട. അവര് പ്രിയനെതിരെ തിരിയില്ല. അത് ഞാൻ നോക്കിക്കോളാം. പോയി ജോലി ചെയ്യേ.